ADGP അജിത് കുമാറിന് സസ്പെൻഷൻ വരുന്നു. ആഭ്യന്തര വകുപ്പിന് നിയമോപദേശം തേടാനായിട്ട് ഇക്കാര്യത്തിൽ DGP രേവത ചന്ദ്രശേഖർ നിയമോപദേശത്തിന് ശ്രമിക്കുന്നതായിട്ടാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ. സസ്പെൻഷൻ അടക്കമുള്ള കാര്യം പരിഗണനയിലാണ്. ആലപ്പുഴ രക്ഷാപ്രവർത്തനം എന്ന കോൺട്രവേഴ്സ്യലായ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ഗാർഡ് 4 പേര് അവിടെ മുദ്രാവാക്യം വിളിച്ച 2 പേരെ വടിക്കടിച്ച് അവരെ പരിക്കേൽപ്പിക്കുന്നതൊക്കെ ദൃശ്യം നമ്മൾ കണ്ടു. ഇതിനെ സംബന്ധിക്കുന്ന ഒരു കേസ് ആലപ്പുഴയിലെ അവിടുത്തെ SHO അവർ കൃത്യമായി രജിസ്റ്റർ ചെയ്യുകയും ഈ മർദ്ദനം അത് നിയമവിരുദ്ധമാണ് എന്നുള്ള രീതിയിൽ കേസ് ഡയറി എഴുതി സാക്ഷികളൊക്കെ കൂടെ സാക്ഷികളുടെ മൊഴി രേഖപ്പെടുത്തി, കൂടാതെ CCTV ദൃശ്യങ്ങളും അവർ കളക്ട് ചെയ്തു. അപ്പം സത്യസന്ധമായിട്ടൊരു അന്വേഷണം മുന്നോട്ട് പോയി ആ വിവരം കേസ് ഡയറിയിൽ എഴുതി വെച്ചു. ഈ 4 പേരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം അന്ന് മുൻ മുഖ്യമന്ത്രിയുടെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരനായ ADGP അജിത് കുമാർ ശ്രമിച്ചു. അദ്ദേഹം അവർക്ക് ഡയറക്ഷൻ കൊടുത്തു, ഇവർ ലൈറ്റായിട്ടുള്ള ഏതെങ്കിലും ഒരു വകുപ്പിട്ട് കേസ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണം. പക്ഷേ ആ പോലീസ് ഉദ്യോഗസ്ഥർ സത്യസന്ധമായ രീതിയിൽ മൊഴി രേഖപ്പെടുത്തുകയും കേസ് ഡയറി എഴുതുകയും ചെയ്തു. ആ കേസ് ഡയറി ഇവിടെ ADGP അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ വിളിച്ചു വരുത്തി. അദ്ദേഹം അത് വായിച്ചു നോക്കി. അതിനകത്ത് ആ 4 പോലീസ് ഉദ്യോഗസ്ഥരെയും ശിക്ഷിക്കത്തക്ക രീതിയിലുള്ള കുറ്റമാണ് അവർ ചെയ്തിരിക്കുന്നതെന്ന് കണ്ട് അത് മാറ്റി എഴുതാൻ നിർദ്ദേശം കൊടുത്തു. ആ നിർദ്ദേശം കൊടുത്തത് തൃപ്തികരമായി അവർ അത് ചെയ്തിട്ടുണ്ടോ? കാരണം ഒരു പെർഫഞ്ചറി ഇൻവെസ്റ്റിഗേഷൻ നടത്താനാണ് ADGP റാങ്കിലുള്ള ഒരാൾ അവർക്ക് ഡയറക്ഷൻ കൊടുത്തതും അഡ്വൈസ് കൊടുത്തതും. അങ്ങനെ ഒരു IPS അല്ലെങ്കിൽ IAS ഉദ്യോഗസ്ഥർ ഭരണഘടനയ്ക്ക് വിരുദ്ധമായി സത്യസന്ധമല്ലാത്ത രീതിയിൽ ഒരു കാര്യവും ചെയ്യാൻ പാടില്ല. അവരുടെ കോൺട്രാക്ട് റൂൾ അനുസരിച്ച്, ഓൾ ഇന്ത്യ കോൺട്രാക്ട് റൂളാണ് അവർ ഗവൺമെൻറ് പരിശോധിക്കുന്നത്. അത് IPS IAS ഉദ്യോഗസ്ഥർ സത്യസന്ധമായിട്ട് മാത്രമേ കാര്യങ്ങൾ ചെയ്യാവുള്ളൂ. രാഷ്ട്രീയപരമായി ചിന്തിക്കുകയും സത്യസന്ധത വിട്ട് മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ കൂട്ടുനിൽക്കുകയും ചെയ്യാൻ പാടില്ല. അവരുടെ കോൺട്രാക്ട് റൂളിന് വിരുദ്ധമാണത്. അവരെ പിരിച്ചുവിടാനുള്ള അവരുടെ ഓൾ ഇന്ത്യ സർവീസ് റൂളിൽ പ്രത്യേകമായിട്ടത് പറയുന്നുണ്ട്. ഇവിടെ ആലപ്പുഴ അവിടെ ആ 4 പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവിടെ 2-3 യൂത്ത് കോൺഗ്രസ്സുകാരെ അടിച്ച് പരിക്കേൽപ്പിക്കുന്ന ദൃശ്യം അതെല്ലാം നമ്മൾ കണ്ടു. ആ കേസ് ഡയറി വിളിച്ചു വരുത്തിയിട്ട് അത് തിരുത്തി എഴുതിച്ചു. ആ സ്റ്റേറ്റ്മെൻറ്റ് മാറ്റാൻ നിർദ്ദേശം കൊടുത്തു. ആ 2 SIമാരെ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ വിളിച്ചു വരുത്തിയിട്ട് ആ കേസ് ഡയറി വിളിച്ചു വരുത്തിയിട്ട് ആ കേസ് ഡയറി മാറ്റി എഴുതിച്ചു. എന്നാൽ ആ ഒറിജിനൽ കേസ് ഡയറിയുടെ ഫോട്ടോസ്റ്റാറ്റ് അവർ മാറ്റി നേരത്തെ കളക്ട് ചെയ്ത് വെച്ചിരുന്നു, മാറ്റി എഴുതിച്ചു എന്നുള്ള കാര്യവും ഇത് രണ്ടും പൊരുത്തപ്പെടില്ല. അങ്ങനെ ആ കേസിനെ സംബന്ധിക്കുന്ന തെറ്റായ ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ നിർദ്ദേശം കൊടുത്തതും ആ രീതിയിൽ കേസ് ഡയറിയിൽ തെറ്റായ രീതിയിൽ മൊഴി രേഖപ്പെടുത്തുകയൊക്കെ ചെയ്തത് അത് ADGP അജിത് കുമാറാണ്. അദ്ദേഹത്തിനെതിരായിട്ടുള്ള നടപടിയിലേക്ക് സർക്കാർ നീങ്ങുന്നു എന്നാണ് ഇപ്പം മനസ്സിലാകുന്നത്. ആ കേസിനെ സംബന്ധിക്കുന്ന ആലപ്പുഴ ക്രൈംബ്രാഞ്ച് SP നേതൃത്വത്തിൽ ഷൗക്കത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു അന്വേഷണം നടത്തി ഇദ്ദേഹത്തിനെതിരായ അഡ്വൈസായ ഒരു റിപ്പോർട്ടായിരുന്നു അത് ഗവൺമെൻറ്റിലേക്ക് സമർപ്പിച്ചിട്ടുണ്ട് DGP. അതുകൊണ്ട് നിയമ നടപടിയിലേക്ക് പോയേ പറ്റുള്ളൂ. പെർഫഞ്ചറി ഇൻവെസ്റ്റിഗേഷൻ യഥാർത്ഥത്തിൽ ഒരു FIR ADGPക്ക് എതിരായിട്ട് എടുക്കേണ്ടതാണ്. അത് ഇതുവരെ എടുത്തിട്ടില്ല. ഏതായാലും DGP രേവത ചന്ദ്രശേഖർ നിയമോപദേശം തേടുന്നു. അദ്ദേഹം ആഭ്യന്തര വകുപ്പിലേക്ക് അദ്ദേഹത്തിന് റിപ്പോർട്ട് കൊടുക്കും. രാഷ്ട്രീയമായി വലിയ കോളിളക്കം സൃഷ്ടിച്ച ഒരു സംഭവമായിരുന്നു അത്. അതിനകത്ത് പരിക്കേറ്റ ആ 2 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ, ഒരാൾ ഇന്ന് MLA ആണ്. അദ്ദേഹം ആലപ്പുഴ അന്ന് ഈ സംഭവത്തിൽ മുഖ്യമന്ത്രി കടന്നുപോയ സമയത്ത് റോഡിൻ്റെ സൈഡിൽ നിന്ന് 2 പേര് മുദ്രാവാക്യം വിളിച്ചതാണ്, കറുത്ത തുണി കാണിച്ചതാണ് കുറ്റം. അത് അതീവ വലിയ കുറ്റമായിട്ട് കണക്കാക്കി
അവർ 4 പേര്, മുഖ്യമന്ത്രിയുടെ കൂടെ ഉണ്ടായിരുന്ന 4 പേര് അവരെ പത്തൽ കൊണ്ടടിക്കുന്നത് നമ്മൾ കണ്ടു. അത് പോലീസുകാരുടെ പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ലാത്തിയോ അങ്ങനെയുള്ള ഒരു ചൂരൽ വടിയോ അല്ല. അതെങ്ങനെ അവർക്ക് കിട്ടി എന്നുള്ള കാര്യം വളരെ പ്രസക്തമാണ്. അത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ഇനി കണ്ടെടുക്കേണ്ടതുണ്ട്. ആ വെപ്പണ് കേസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ സമയത്ത് അവരെ കസ്റ്റഡി വാങ്ങിച്ച് കണ്ടെടുക്കേണ്ടി വരും. പക്ഷേ ആലപ്പുഴ കോടതിയിൽ നിന്ന് അവരെ മുൻകൂർ ജാമ്യം എടുക്കുകയും ചെയ്തു. അതിനുശേഷം പോലീസ് സ്റ്റേഷനിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പിൽ ഹാജരാകാൻ ആ കോടതി ഡയറക്ഷൻ കൊടുക്കുകയും ചെയ്തു. പക്ഷേ ഹാജരായ അവരെ അറസ്റ്റ് ചെയ്താൽ ജാമ്യത്തിൽ വിടണം എന്ന് ആ ജില്ലാ കോടതി ഡയറക്ഷൻ കൊടുത്തിരുന്നു. എന്നാൽ അവർ 2 ദിവസം പോലീസിൻ്റെ മുമ്പിൽ ഹാജരായി അവരെ അറസ്റ്റ് രേഖപ്പെടുത്താതെ അവരെ മടക്കി വിട്ടു. അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ 27 റിക്കവറി നടത്തേണ്ടി വരും. 10 അവർക്ക് റിക്കവർ ചെയ്യണം. അതുകൊണ്ട് അറസ്റ്റ് ചെയ്യാതെ വിട്ടു. അവരെ ജാമ്യം ക്യാൻസൽ ചെയ്യാൻ ഹൈക്കോടതി നീങ്ങിയിട്ടുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥനെ വഴിതെറ്റിക്കും വിധം അവരുടെ മേലുദ്യോഗസ്ഥർ സത്യസന്ധമായ കേസ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ ഡയറക്ഷൻ കൊടുക്കുന്നതിന് പകരം അവർ തെറ്റായ രീതിയിൽ അന്വേഷിച്ച് അങ്ങനെ കേസ് ഡയറി എഴുതിപ്പിച്ച് അങ്ങനെ ആ 4 പ്രതികളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടത്തിയത് ADGP അജിത് കുമാറാണ്. ഈ മാസം അവസാനം അദ്ദേഹത്തിന് DGP സ്ഥാനം കൊടുക്കേണ്ടതാണ്. കാരണം മെച്ചുറായി അടുത്ത DGP സ്ഥാനത്തിന് ഈ മാസം അവസാനം അദ്ദേഹം DGP ആയിട്ട് അദ്ദേഹത്തിനെ പ്രൊമോട്ട് ചെയ്യാൻ ഗവൺമെൻറ് ബാധ്യസ്ഥരാണ്. പക്ഷേ ഈ ഒരു ഡിസിപ്ലിനറി പ്രൊസീഡിങ്സ് അതിന് മുമ്പ് എടുത്തു കഴിഞ്ഞാൽ ആ പ്രൊമോഷൻ ലഭിക്കില്ല. മറ്റൊരു കാര്യം, അദ്ദേഹം ഇപ്പം ബവ്കോ അല്ലെങ്കിൽ ബിവറേജ് കോർപ്പറേഷൻ്റെ MD ആയിട്ട് ഇപ്പം അദ്ദേഹം ജോലി ചെയ്തു വരികയാണ്. അതുകൊണ്ട് ഈ മാസം അവസാനം അദ്ദേഹത്തിന് ഡ്യൂ പ്രൊമോഷൻ കൊടുക്കുമോ ഇല്ലയോ എന്നറിയത്തില്ല. അതിനു മുമ്പ് മിക്കവാറും റിപ്പോർട്ട് ഗവൺമെൻറ്റിൽ ആഭ്യന്തര വകുപ്പിന് കൊടുക്കും. അതിനുശേഷം അദ്ദേഹത്തിന് സസ്പെൻഡ് ചെയ്യാനുള്ള നടപടി എടുക്കേണ്ടി വരും. ഓൾ ഇന്ത്യ റാങ്ക് ലിസ്റ്റിൽ അദ്ദേഹത്തിൻ്റെ സീനിയോറിറ്റി അനുസരിച്ച് ഓൾ ഇന്ത്യ റാങ്ക് ലിസ്റ്റുണ്ട്. ഓൾ ഇന്ത്യയുടെ കോണ്ടക്ട് റൂൾ അനുസരിച്ച് ഇതുപോലുള്ള കൃത്യം ചെയ്താൽ അവരെ പിരിച്ചുവിടേണ്ടി വരും. അതാണ് ഡിസിപ്ലിൻ്റെ കാര്യത്തിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സ്വീകരിക്കേണ്ടത്. അതുകൊണ്ട് ഇദ്ദേഹത്തിനെതിരായിട്ട് റിപ്പോർട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയെ കൊടുത്തിട്ട് സർവീസിൽ നിന്ന് അദ്ദേഹത്തിനെ പിരിച്ചുവിടേണ്ടി വരും. അത് തന്നെയുമല്ല, ഇദ്ദേഹത്തിന് എതിരായ ഒരു FIR ഇവിടെ അടിയന്തരമായിട്ട് രജിസ്റ്റർ ചെയ്യേണ്ടിയും വരും. അതുകൊണ്ട് രീതിയിലുള്ള പ്രവർത്തനം ചെയ്യുന്ന IASകാരായാലും IPSകാരായാലും ശരി, അവർക്കെതിരായിട്ട് നടപടി ഉണ്ടാവും. ഓൾ ഇന്ത്യ അവരെ റാങ്ക് ലിസ്റ്റിൽ നിന്ന് അവരെ പുറന്തള്ളും. അതിനുള്ള നടപടിയിലേക്ക് നീങ്ങും. ഇദ്ദേഹത്തിന് സസ്പെൻഷനായി കഴിഞ്ഞാൽ ആ നടപടിയിലേക്ക് ഗവൺമെൻറ് നീങ്ങാതിരിക്കാൻ കഴിയില്ല എന്നാണ് ഞാൻ കരുതുന്നത്.